നമസ്കാരം. IPL 2026 പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് മുന്നോടിയായി ഈ സീസണിലെ ഏറ്റവും മികച്ച കളിക്കാരെ ഉൾപ്പെടുത്തി തന്റെ പ്ലേയിങ് 12 സഖ്യത്തെ പ്രഖ്യാപിച്ച് പലരും എത്തുന്ന ഒരു സീസൺ കൂടിയാണ്. അത്തരത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുൻ സഖ്യത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ താരം സുബ്രഹ്മണ്യം ബദ്രിനാഥാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയാണ് ബദ്രിനാഥ് ഈ ടീമിനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചും തന്റെ ഫേവറേറ്റ് IPL ടീമിനെ കുറിച്ചും ഒക്കെ തന്നെയും വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ടീമിന്റെ താരമാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ചെന്നൈ തന്നെയായിരിക്കും എന്ന് പറയാം. ലീഗ് ഘട്ടത്തിൽ 557 റൺസ് അടിച്ചുകൂട്ടിയതും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയെ ടീമിൽ നിന്നും ഒഴിവാക്കിയതാണ് ബദ്രിനാഥിന്റെ ലൈനപ്പിലെ ഏറ്റവും വലിയ അത്ഭുതം. CSKയുടെ ഒരൊറ്റ താരം മാത്രമാണ് ഈ ടീമിൽ ഇടം പിടിച്ചത്. ഈ സീസണിൽ തകർപ്പൻ ഫോമിലുള്ള യുവതാരങ്ങളെയാണ് ബദ്രിനാഥ് ഓപ്പണർമാരായി തിരഞ്ഞെടുത്തത്. 232-ലധികം സ്ട്രൈക്ക് റേറ്റിൽ 583 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശിയും 616 റൺസോടെ ഓറഞ്ച് ക്യാപ് റേസിൽ രണ്ടാമതുള്ള ശുഭ്മൻ ഗില്ലുമാണ് ഓപ്പണർമാർ എന്ന് തന്നെ പറയാം. ഈ ടീമിനെ വളരെയധികം വിസ്മയത്തോടെയാണ് എല്ലാവരും കാണുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഓപ്പണർമാരാണ് ഇവർ രണ്ടുപേരും. നിലവിൽ 638 റൺസോടെ റൺവേട്ടയിൽ ഒന്നാമതുള്ള സായി സുദർശനാണ് മൂന്നാമതുള്ളത്. നാലാം സ്ഥാനത്ത് 606 റൺസ് നേടിയ ഹെൻറിച്ച് ക്ലാസനും അഞ്ചാമതായി RCBയെ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിച്ച ക്യാപ്റ്റൻ രജത് പാട്ടിദാറും അതായത് 393 റൺസിലുമാണ് ഇടം പിടിച്ചത്. ടീമിലെ പ്രധാന ഓൾറൗണ്ടർമാരായി സുനിൽ നരയനും കൃണാൽ പാണ്ഡ്യയുമാണ് മുൻ ചെന്നൈ താരം തിരഞ്ഞെടുത്തത്. ഈ സീസണിൽ യഥാക്രമം 6.64, 8.97 എന്ന മികച്ച ഇക്കോണമിയിൽ ഇരുവരും ചേർന്ന് 26 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. വിദേശ താരങ്ങളിൽ ക്ലാസനെ കൂടാതെ കഗീസോ റബാഡെ, ജോഫ്ര ആർച്ചർ എന്നിവർ മാത്രമാണ് പ്രധാന 11-ൽ ഇടം പിടിച്ചത്. ഈ സീസണിൽ 24 വിക്കറ്റുകളോടെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതുള്ളത് ഭുവനേശ്വർ കുമാറും കഗീസോ റബാഡയുമാണ്. പേസ് നിരയെ നയിക്കുന്നത് 21 വിക്കറ്റ് വീഴ്ത്തിയ ജോഫ്ര ആർച്ചറും ഇവർക്കൊപ്പമുണ്ട്. അവസാന സ്ഥാനത്തേക്ക് പ്രിൻസ് യാദവ് അല്ലെങ്കിൽ കാർത്തിക് ത്യാഗി എന്നിവരിൽ ഒരാളെയാണ് ബദ്രിനാഥ് നിർദ്ദേശിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 7 മത്സരങ്ങളിൽ നിന്നും 8 വിക്കറ്റ് വീഴ്ത്തിയ വിദേശ സ്പിന്നർ അഖിൽ ഹസൈനെയാണ് ഇമ്പാക്ട് സബ്ബായി ബദ്രിനാഥ് തന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലി, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ തുടങ്ങിയവരെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതിനും ആരാധകർ ചോദ്യം ചെയ്തു. വൈഭവ് സൂര്യവംശി, ശുഭ്മൻ ഗിൽ, സായ് സുദർശൻ, ഹെൻറിച്ച് ക്ലാസൻ, രജത് പാട്ടിദാർ, കൃണാൽ പാണ്ഡ്യ, സുനിൽ നരയൻ, ഭുവനേശ്വർ കുമാർ, ജോഫ്ര ആർച്ചർ, കഗീസോ റബാഡ, പ്രിൻസ് യാദവ്, കാർത്തിക് ത്യാഗി ഇതാണ് അദ്ദേഹത്തിന്റെ ടീം. സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ട്രാവിസ് ഹെഡുമായി പേരിലുള്ള സാമ്യത്തെ തുടർന്ന് പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്ന റാപ്പർ ട്രാവിസ് സ്കോട്ടിനെ കുറിച്ചും തെറ്റിയ കോഹ്ലി ഹെഡുമായിട്ടുള്ള പൊങ്കാലയും സ്കോട്ടിന്റെ പേജിലൊക്കെ തന്നെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കോഹ്ലിയുടെ പേര് ഇദ്ദേഹം പറയാത്തതെന്നും അതുകൊണ്ടാണ് കോഹ്ലിയെ ഒഴിവാക്കിയതെന്നും ഒക്കെയാണ് പലരും പറയുന്നത്. കോഹ്ലിയുടെ പേര് ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നത് കൊണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് അദ്ദേഹം ഉൾപ്പെടുത്താത്തതെന്നും അത് പറയാൻ മടിച്ചിട്ടാണ് അദ്ദേഹം അതുകൂടെ പറയാതെ പോകുന്നതെന്നും ഇപ്പോൾ പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ച് ഇതിന് താഴെ പറയുകയും ചെയ്യുന്നുണ്ട്.